ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ഷീറ്റ് ചെയ്യാൻ ഫസ്റ്റ് വേണ്ടത് ഈ എലോൺ കപ്പാസിറ്റർ C1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോളം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ടെസ്റ്റ് കപ്പാസിറ്ററിന് നമ്മൾ ഇതൊന്ന് ഒഴിവാക്കുക. അതിന് ശേഷം ഇതിൽ മാക്സിമം കിട്ടുന്ന ഇതിൽ ഡിഫ്ലക്ഷൻ നോക്കുക, എന്നിട്ട് മാക്സിമം ഡിഫ്ലക്ഷൻ ആക്കുക. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ അവിടെ കുറയാണ്, പക്ഷെ ഇങ്ങനെ ഇതാക്കുന്നതിനനുസരിച്ച് അത് കൂടിയിട്ട് ഒരു മാക്സിമം വാല്യൂവിൽ എത്തുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് മാക്സിമം എത്രയും നോക്കുക. അപ്പോൾ അതാ ഇവിടെ എത്തിയപ്പോൾ അത് ഇപ്പോൾ നോക്ക് ഇത് മാക്സിമത്തിൽ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ വാല്യൂ നോട്ട് ചെയ്യുക. ആ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത് ഈ കോളത്തിൽ. ഇത് ഒറ്റ റീഡിങ് എടുത്താൽ മതി, എല്ലാറ്റിനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ തന്നെയും വരുന്നുണ്ടാവുക. ഇനി മെറ്റീരിയലിൻ്റെ ഡൈഇലക്ട്രിക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെറ്റീരിയൽ ഉണ്ട്, എബോണൈറ്റും അതുപോലെ ഗ്ലാസ്സുമാണ് ഉള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്ററിനെ വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് കണ്ടോ, ഇത് 2 തരം തിക്നെസ്സിലുള്ളതാണ്. 3 mm-ൻ്റെ 2 എണ്ണം, 3 mm-ൻ്റെയും പിന്നെ 1 mm-ൻ്റെയും, അങ്ങനെ 3 എബോണൈറ്റ് ഷീറ്റുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് അപ്പോൾ 3 mm-ൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 mm-നെ ഇവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് നന്നായി ഇത് ടൈറ്റ് ചെയ്യുക, നല്ല രീതിക്കായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം വീണ്ടും ഇവിടെ ഇത് തിരിക്കുക, എന്നിട്ട് മാക്സിമം ഡിഫ്ലക്ഷൻ ഏത് പോയിന്റിലാണോ കിട്ടുന്നത് ആ പോയിന്റിൻ്റെ റീഡിങ് എടുക്കുക. മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് എവിടെയാണോ നോക്കുക ആ വാല്യൂ നോട്ട് ചെയ്തിട്ട് അത് ഈ ടേബിളിൽ എഴുതുക, ഫസ്റ്റത്തെ ടേബിളിൽ. പിന്നെ ഈ സംഭവം ഇതൊന്ന് എടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ മാക്സിമം ഡിഫ്ലക്ഷൻ ആക്കുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂസില്ലേ ആ വാല്യൂ വീണ്ടും ഇതിൽ കൊണ്ടുപോയി എഴുതുക. അങ്ങനെ ഓരോ തിക്നെസ്സിന് ഇപ്പോൾ 3 mm-ന്, അതുപോലെ 4 mm പറയുമ്പോൾ ഒരു 1 mm-ൻ്റെയും 3 mm-ൻ്റെയും കൂടി വെച്ചിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യുക. അത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് പോലെ ചെയ്യുക. പിന്നെ വീണ്ടും 7 mm പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് വെക്കുക. അങ്ങനെ ഇനി പിന്നെ ചെയ്യാനുള്ളത് ഗ്ലാസിൻ്റെയാണ്. ഗ്ലാസിൻ്റെ 3 ഷീറ്റും 3 mm വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് 3 mm-ൻ്റെ മാത്രമായിട്ട് എടുക്കുക. പിന്നെ 6 mm-ൻ്റെ പറയുമ്പോൾ ഇത് 2 എണ്ണം വെക്കുക. പിന്നെ 9 mm പറയുമ്പോൾ ഇത് 3 എണ്ണം വെക്കുക. സെയിം പ്രൊസീജിയർ തന്നെ. ആ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടുള്ളത് ഇവിടെ, അതിനെ ഒഴിവാക്കിയിട്ടുള്ളത് ഇവിടെ എഴുതുക. അതന്നെ.